ധൈര്യമായി യെസ് അല്ലെങ്കിൽ നോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലേ? ഞാൻ ഇനി പറയാൻ പോകുന്ന 10 ടിപ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മധൈര്യത്തോടു കൂടിയുള്ള പ്രവർത്തനശേഷി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അസർട്ടീവായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. 1. വ്യക്തമായി സംസാരിക്കുക. നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വ്യക്തത വരുത്തുക. 2 യൂസ് ഐ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് എനിക്ക്, ഞാൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് സംസാരിക്കുക. എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, എനിക്കിതിപ്പോൾ വേണ്ട, എനിക്കിതിപ്പോൾ വേണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് സംസാരിച്ചത്, ഞാൻ ഇങ്ങനെയാണ് പറയാൻ പോകുന്നത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി? ഞാൻ, ഐ അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കൂടുതലായിട്ട് നിങ്ങൾ അസർട്ടീവ് ആവാൻ ശ്രമിക്കുമ്പോൾ യൂസ് ചെയ്യുക. 4. നോ പറയാൻ പഠിക്കുക. നമുക്ക് പറ്റാത്തൊരു കാര്യം, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം മറ്റൊരാൾ നമ്മളോടൊരു റിക്വസ്റ്റ് രൂപത്തിൽ ചോദിച്ചാൽ അവിടെ നമ്മൾ പെട്ടുപോകും അല്ലേ? അങ്ങനെ പെട്ടുപോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തീരെ കഴിയാത്ത, നമുക്ക് പറ്റാത്ത ഒരു കാര്യം മറ്റൊരാൾ റിക്വസ്റ്റ് രൂപത്തിൽ ചോദിച്ചാലും ഉറച്ച വിശ്വാസത്തോടെ, ഉറച്ച ശബ്ദത്തോടെ, ഉറച്ച ശബ്ദത്തോടു കൂടി നോ പറയാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വേണം. എന്നാലാണ് പ്രോപ്പറായിട്ട് അസർട്ടീവ് ആവാനായിട്ട് കുട്ടികൾക്കും നമുക്കും സാധിക്കുകയുള്ളൂ. 5th പോയിന്റ് ശാന്തമായി സംസാരിക്കുക, അല്ലെങ്കിൽ ശാന്തമായി തുടരുക. സ്റ്റേ കാം. നമുക്ക് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദേഷ്യം, സങ്കടം, ഭയങ്കര ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺസിലൂടെയൊക്കെ പോകും നമ്മൾ പലപ്പോഴും അല്ലേ? പലപ്പോഴും നമ്മൾ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോകും. അപ്പോൾ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ആ മൊമെൻറ്റിൽ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ പോലെ എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ശാന്തമായിട്ട് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് അസർട്ടീവായിട്ട് നമുക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. ശാന്തമായിട്ട് നമുക്കൊരാളോട് നമ്മുടെ വേണ്ട കാര്യം, നമ്മുടെ നീഡ് തുറന്ന് സംസാരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ വിയോജിപ്പുകളിൽ പോലും നമുക്ക് ശബ്ദമുയർത്താതെ ശാന്തമായിട്ട് തുടരാനും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് മുഴുവനും സംസാരിക്കാനും നമുക്ക് സാധിക്കും. നമ്പർ 6, ലിസൺ ആക്റ്റീവ്ലി. പ്രത്യാശയോടുകൂടെ നമ്മൾ അവരെ ശ്രദ്ധിക്കുക. ആരാണോ നമ്മളോട് സംസാരിക്കുന്നത് അവർ പറയാനുള്ളത് മുഴുവനും പറഞ്ഞു തീർക്കാൻ അവസരം ആദ്യം കൊടുക്കുക. നമ്മൾ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. അവർ സംസാരിക്കുമ്പോൾ അവരെ കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, അവരെ നമ്മൾ വാല്യൂ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യണം. എന്നാലേ നമുക്ക് അസർട്ടീവായിട്ട് സംസാരിക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശാന്തമായിട്ട് ഫുള്ളി അവർ പറഞ്ഞു തീരുന്നത് വരെ ലിസൺ ചെയ്യുക. നമുക്ക് കേൾക്കാനുള്ള താല്പര്യത്തെ അത് ഷോ ചെയ്യും, അത് കാണിക്കും. നമ്പർ 7, ബി ഓപ്പൺ ടു ഫീഡ്ബാക്ക്. അല്ലേ? ആളുകൾ വിമർശിക്കും, നമുക്ക് നിർദ്ദേശങ്ങൾ തരും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിൽ കയറി ഇടപെടാനും ഒക്കെ വരും. കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസും ഫീഡ്ബാക്സും അല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ചുമ്മാ അങ്ങ് ഇഗ്നോർ ചെയ്തേക്കാം. ഓക്കെ? ഇഗ്നോർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. മറ്റേ ആൾ എന്നെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സോ ഐ കാൺ ബി മൈൻഡ്ഫുൾ ഡൂയിങ് ദിസ് തിങ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്കിവിടെ ഇത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നൊന്നും പറയുന്നതിലല്ല കാര്യമുള്ളത്. അസർട്ടീവ് ആവാൻ പറ്റണം. അതായത് ആറ്റിറ്റ്യൂഡിലും ഒരാൾ നമ്മളോട് ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ അവിടെ ആറ്റിറ്റ്യൂഡിലും അസർട്ടീവ്നെസ് കൊണ്ടുവരണം. ആറ്റിറ്റ്യൂഡിൽ എങ്ങനെയാണ് അസർട്ടീവ്നെസ് കൊണ്ടുവരാം? നമുക്ക് ആവശ്യമില്ലാത്തതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ ലിസൺ ദം ആൻഡ് ഇഗ്നോർ ദം വെരി പൊളൈറ്റ്ലി. നമ്പർ 8, സെറ്റ് യുവർ ലിമിറ്റ്സ്. നിങ്ങളുടെ അതിരുകൾ, പരിധികൾ നിങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്ക് ഈ ബോർഡർ വരെ പറ്റുള്ളൂ, എന്തും എന്നോട് സംസാരിക്കാനും, എനിക്ക് ഇടപെടാനും, അല്ലെങ്കിൽ എന്നോട് ഇടപെടാനും, എൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടാനും ഒക്കെയുള്ള ഒരു പോയിന്റ്. ദിസ് ഈസ് എ ലിമിറ്റ്, ദിസ് ഈസ് എ ബൗണ്ടറി, നോബഡി കാൺ ക്രോസ് ഇറ്റ്. അത് വ്യക്തമായിട്ട് ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ബോർഡർ നമ്മൾ വ്യക്തമായിട്ട് സംസാരിക്കുക, മനസ്സിലാക്കിക്കുക. മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദെയർ പോയിന്റ് അല്ലേ? നമുക്കതിനകത്ത് ഒന്നും ചെയ്യാനില്ല. പക്ഷേ നമ്മൾ പറഞ്ഞോ ഇല്ലയോ, ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അസർട്ടീവ്നെസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സോ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമ്പർ 9, ശരീരഭാഷ ഉപയോഗിക്കുക, ബോഡി ലാംഗ്വേജ് അല്ലേ? നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ ആ വ്യക്തിയുടെ കണ്ണിലോ
ഫേസിലോ നമ്മുടെ ദൃഷ്ടി, നമ്മൾ നോട്ടം അങ്ങോട്ടാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളുടെ ഒരു കട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൈകൾ ഉപയോഗിക്കാം. നിങ്ങളുടെ ബോഡിയിൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് യു ക്യാൻ യൂസ് യുവർ ഹാൻഡ്സ് അല്ലെങ്കിൽ ഗെസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി റിലേറ്റബിൾ ആവും ആളുകൾക്ക് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വ്യക്തിക്ക് നമ്മൾ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്തിട്ട് ചിന്തിക്കാനും അത് മനസ്സിൽ ഉറയ്ക്കാനും ഒരു റീസണാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് 10th വൺ, പ്രാക്ടീസ് റെഗുലർലി. എവിടെയും അസർട്ടീവ് ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ, നാളെ മുതൽ ചെയ്യാം എന്ന് വിചാരിച്ചാൽ നാളെ അതെ നീളെ അല്ലെ, ഒരിക്കലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല. അസർട്ടീവ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തും മറ്റേ ആളുടെ മെൻ്റൽ ഹെൽത്തും ഒരേപോലെ സേഫ് ആക്കുന്ന രീതിയിലാണ്. നമുക്ക് വേണ്ടാത്ത കാര്യത്തെ വേണ്ട എന്ന് പൊളൈറ്റായിട്ട് ആ ആളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാതെ, നമ്മുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതെ വളരെ സ്ട്രോങ് ആയിട്ട് പൊളൈറ്റായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു പ്രത്യേക വഴിയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ യൂസുള്ള ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ ട്രൈ ദിസ്.